കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബുവിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും, നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദൈവം പൈശാചികൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത യോബിൻ്റെ ചരിത്രം നമുക്കറിയാം. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷത്തിന് ഭയന്ന് ദൈവഭയമുള്ളവനും ദോഷത്തിന് ഭയന്ന് വിലകുന്നവനുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പൈശാചികൻ്റെ ഇഷ്ടത്തിന് കർത്താവ് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു കഷ്ടതയിലായിരുന്നപ്പോൾ സോഫർ എന്ന തൻ്റെ സ്നേഹിതൻ തന്നെ അന്വേഷിച്ചിട്ട് വന്നവൾ പറയുകയാണ്: നീ ദൈവസന്നിധിയിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറക, അപ്പോൾ നിന്നെ ഇതിൽ നിന്ന് ദൈവം വിടുവിക്കുമെന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം പലപ്പോഴും അങ്ങനെയാണ്. ചെയ്യാത്ത തെറ്റുകൾക്ക് നാം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ചുറ്റുമുള്ളവർ നമ്മെ നോക്കി പരിഹസിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട്. നാം എന്തോ വലിയ അപരാധങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു എന്ന്, അതല്ല ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയാണ് ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമുക്കത് മനസ്സിലാകുമ്പോൾ നാം നമ്മോട് പറയുന്ന ആ വ്യക്തിയോടുള്ള പ്രതികരണം നമുക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് അറിയേണ്ടതായിരിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, നാം ചെയ്യാത്ത ഒരു കാര്യത്തിന് തെറ്റായ ആരോപണങ്ങൾ നമുക്ക് നേരായി വരുമ്പോൾ നാം നിർഭയമായിരിക്കുമെന്ന് ദൈവവചനം പറയുന്നു. യോബ് പറയാണ് നിർഭയനായിരിക്കും എന്ന്. അതേപോലെ തന്നെ ഒരു കഷ്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരോടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ നമുക്ക് എങ്ങനെയായിരിക്കും? അവരുടെ ഹൃദയങ്ങളെ വേദനകളെ ശമിപ്പിക്കുന്നതാണോ, അതോ അവരോട് നാം കയർക്കുകയും അല്ലെങ്കിൽ അവരോട് നാം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സ് കുറേ കൂടെ കുത്തി നോവിക്കുന്നതായിരിക്കുന്നതോ എന്ന് നാം നോക്കണം. ഒരു കഷ്ടതയിൽ അല്ലെങ്കിൽ മനവേദനയിലിരിക്കുന്ന ഒരു വ്യക്തിയോട് നാം ഒരിക്കലും അവർക്ക് വേദന ശമിപ്പിക്കുന്ന വണ്ണം സംസാരിക്കുന്നതല്ലാതെ അവർക്ക് വേദന വരുത്തുന്നത് വണ്ണം നാം സംസാരിക്കുവാൻ പാടില്ല. കർത്താവ് ഓരോരുത്തർക്കും ആ ഒരു മനസ്സും അതേപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് നാം ശിക്ഷകൾ അനുഭവിക്കുമ്പോൾ നിർഭയമായി ഇരിപ്പാനും ദൈവാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹമായ സമയത്ത് മെസ്സേജ് കേട്ട പ്രിയ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ഈ ലോക ഓട്ടത്തിൽ കർത്താവേ തങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, മനഭാരങ്ങൾ, കർത്താവ് ക്ലേശങ്ങളുടെ മധ്യയിൽ കർത്താവെ എപ്പോഴും കർത്താവെ നിൻ്റെ സന്നിധിയിൽ നിർഭയമായി ഇരിക്കേണ്ടതിന് ഒരു നിഷ്കളങ്ക ജീവിതം ചെയ്യുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് കർത്താവ് ഓരോരുത്തർക്കും ഞങ്ങൾ ആശ്വാസമായ വാക്കുകൾ പകരുവാൻ തക്കവണ്ണം ദൈവകൃപ ഉള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.